എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിൽ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് +1 ഫിസിക്സിലെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, വർക്ക് എനർജി പവർ, ലോസ് ഓഫ് മോഷൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ഫിസിക്കൽ വേൾഡ് എല്ലാം നമ്മൾ കഴിഞ്ഞു. എല്ലാം നിങ്ങൾ കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് അതിൽ നിന്ന് ഇഷ്ടംപോലെ മാർക്ക് കിട്ടും കേട്ടോ. അന്നേരം ഇന്ന് നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഞാൻ എപ്പോഴും നമ്മുടെ കുട്ടികളോട് പഠിപ്പിക്കാൻ നേരം ഞാൻ പറയും, നമുക്ക് ഈ +1 കയറുമ്പം ആകെ ഒരു ആശ്വസിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷെ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഗ്രാഫിക്കലി ഉള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സഹായമാകുമെന്ന് 100% ഉറപ്പാണ്. അന്നേരം സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ. അത് കാരണം നിങ്ങളുടെ ആവശ്യമാണ് അല്ലേ. അന്നേരം നന്നായിട്ട് പഠിക്കുക. മെക്കാനിക്സ് സോളിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് സൈസ് ആൻഡ് ഷേപ്പ് എന്നൊക്കെയുള്ള പ്രോപ്പർട്ടിയാണ് അല്ലേ. എന്നാൽ ഈ ചാപ്റ്ററിനകത്ത് സോളിഡ്സിന്റെ വ്യത്യസ്തമായ എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഒരു നല്ല ശതമാനവും പോയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇലാസ്റ്റിസിറ്റിയാണ്. ഏതാണ്? ഇലാസ്റ്റിസിറ്റി. കുറെ ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാറുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, വാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് മോർ ഇലാസ്റ്റിക്, റബ്ബർ ഓർ സ്റ്റീൽ? വൈ? എനിക്ക് തോന്നുന്നൊരു 2012 മുമ്പ് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് അധ്യാപകർ സ്ഥിരമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം വെച്ച് പിടിക്കുമായിരുന്നു. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, റബ്ബർ ആണോ സ്റ്റീൽ ആണോ കൂടുതൽ ഇലാസ്റ്റിക്? വൈ? ഒരു സംശയമില്ല, ഉത്തരം സ്റ്റീൽ ആണ്. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. വൈ? വാട്ട് ഈസ് ദ റീസൺ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ, യങ്സ് മോഡുലസ് ആണ് അതിന്റെ ഉത്തരം, ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റബ്ബർ. അന്നേരം യങ്സ് മോഡുലസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. യങ്സ് മോഡുലസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമോ ഞാൻ എല്ലാം ചെയ്യിപ്പിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് റബ്ബർ. യങ്സ് മോഡുലസ് സ്റ്റീലിനാണ് കൂടുതൽ. അതുകൊണ്ട് യങ്സ് മോഡുലസ് ഏതിന് കൂടുന്നോ അതിന് എന്ത് കൂടും? ഇലാസ്റ്റിസിറ്റി കൂടും. അതുകൊണ്ട് സ്റ്റീലാണ് കൂടുതൽ ഇലാസ്റ്റിക് അല്ലേ. അന്നേരം ഒരെണ്ണത്തിന്റെ ആൻസർ ഓക്കെ ഇല്ലേ. അടുത്തത്, വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്? അന്നേരം ഇച്ചിരി കൺഫ്യൂഷൻ ആയി. അയൺ ഓർ ഗ്ലാസ്? വൈ? അന്നേരം നമ്മൾ വിചാരിക്കും അയൺ, ഇരുമ്പ്, അത് ഇലാസ്റ്റിക് അല്ല. ഗ്ലാസ് കുഴപ്പമില്ല, ഗ്ലാസ് അല്ലേ. അന്നേരം അയൺ ഓർ ഗ്ലാസ് എന്ന് ചോദിക്കുമ്പം അതിന്റെ ഉത്തരം അയൺ ഓർ ഗ്ലാസ്, അയൺ ആണ്. അയൺ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ ഗ്ലാസ് ബിക്കോസ് ഇത് തന്നെ റീസൺ. യങ്സ് മോഡുലസ് ഓഫ് അയൺ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഗ്ലാസ്. ഗ്ലാസിനെക്കാട്ടിൽ യങ്സ് മോഡുലസ് കൂടുതലാണ് അയൺ ആണ്. രണ്ടെണ്ണം ടപ്പേ മാറിയിട്ടില്ല, ഓരോരോ മാർഗമായിരിക്കും ഇത്. ഓക്കെ, മാക്സിമം 2 മാർക്ക് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് 2 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. വിച്ച് വൺ വിൽ യു പ്രിഫർ? വിച്ച് വൺ വിൽ യു പ്രിഫർ, സ്റ്റീൽ ഓർ കോപ്പർ? സ്റ്റീൽ ആണോ കോപ്പർ ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഫോർ ദി മാനുഫാക്ചർ ഓഫ് എ സ്പ്രിംഗ്? സ്പ്രിംഗ് നിർമ്മിക്കാൻ സ്റ്റീൽ ആണോ കോപ്പർ ആണോ? അതിന് ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ +2 പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഹെലിക്കൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞ അപ്പാരൻസ് ഉണ്ട്. ഹെലിക്കൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ വെച്ചാണ്. അത് സ്പ്രിംഗ് ആണ്. ഹെലിക്കൽ സ്റ്റീൽ, ചെറിയ സ്റ്റീലിൽ ഇത് വെച്ചാണ് ആ സ്പ്രിംഗ് പോലെ. കാരണം അതൊരിക്കലും കോപ്പർ അല്ല. അതിനുള്ള റീസൺ ഇത് തന്നെയാണ്. യങ്സ് മോഡുലസ് സ്റ്റീലിന് കൂടുതലാണ് ഏതിനെക്കാട്ടിൽ? കോപ്പറിനെക്കാട്ടിൽ. അന്നേരം ഒരു 3 എണ്ണം ഒരേ രീതിയിൽ ആൻസർ വരുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും കോമൺ ആയിട്ടുള്ള ഉത്തരം യങ്സ് മോഡുലസ് ആണ്. ഏതിനൊക്കെയാണെന്നുള്ളത് മാത്രം നിങ്ങൾ ഞാൻ ഈ പറയുന്ന നോട്ട് ചെയ്താൽ മതി അല്ലേ. ഇതെല്ലാം യങ്സ് മോഡുലസ് ആണ്. എന്നിട്ട് നിങ്ങളുടെ 2020 നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ നടക്കാം. ദി യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ്, ചോയ്സ് തന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ, ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ, ഈക്വൽ ടു ദാറ്റ് ഓഫ് സ്റ്റീൽ. യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ് സ്റ്റീലിനെക്കാട്ടി കൂടുതലാണോ? അല്ല. ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ ആണോ? അതെ, ഇതാണ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. നിങ്ങൾ ആൻസർ ഒക്കെ എഴുതുമ്പോൾ ആൻസർ എഴുതിയിട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. അന്നേരം യങ്സ് മോഡുലസുമായിട്ട് ബന്ധപ്പെട്ട കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ ഏകദേശം. ഇതിനപ്പുറത്തൊന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വകുപ്പുകളില്ല ഈ ആപ്ലിക്കേഷൻ ലെവലിൽ. ഇങ്ങനെ രീതി പ്രോബ്ലം ഉണ്ട് വേറെ. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, ഉറങ്ങല്ലേ.
പവർ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അത് നമ്മൾ വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക് ആണ്, പക്ഷെ വ്യത്യാസമാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ റബ്ബറും സ്റ്റീലിന്റെയും ക്വസ്റ്റ്യൻ ചോദിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ടൊരു വർഷം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, വാട്ടർ ഓർ എയർ? വൈ? എല്ലാവരും പഠിച്ചിട്ട് റബ്ബർ ഓർ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ബിക്കോസ് യങ്സ് മോഡുലസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. ഇങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, വാട്ടർ ഓർ എയർ? വൈ? അതോടെ കണ്ടുപിടുന്നതിൽ പോയി, എല്ലാ പരിപാടി പോയി. ഉത്തരം യങ്സ് മോഡുലസ് ആയിട്ട് കണക്ട് ചെയ്തേ അല്ല. വാട്ടർ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ എയർ. വാട്ടർ ആണ് എയറിനെക്കാട്ടിൽ കൂടുതൽ ഇലാസ്റ്റിക്. അത് നമുക്ക് 1 മാർക്ക് കിട്ടി. 2 മാർക്ക് വെച്ചാണെങ്കിൽ 1 മാർക്ക് അവിടെ കിട്ടി. ഇനി കാരണമുണ്ട്, എയർ ക്യാൻ ബി ഈസിലി കംപ്രസിബിൾ. എയർ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കംപ്രസ് ചെയ്യാം. പക്ഷേ വാട്ടർ പറ്റത്തില്ല. വാട്ടർ ഈസ് ഇൻകംപ്രസിബിൾ. വാട്ടർ എന്താണ്, ഇൻകംപ്രസിബിൾ ആണ്. ആൻഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ല പഠിപ്പിച്ചതാണ് ഞാൻ. ആൻഡ് ബൾക്ക് മോഡുലസ് ഈസ് റെസിപ്രോക്കൽ ഓഫ് കംപ്രസിബിലിറ്റി. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, കംപ്രസിബിലിറ്റി ഈസ് ഈക്വൽ ടു 1 റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്, 1 ബൾക്ക് മോഡുലസ്. അന്നേരം ഓർക്കുക, വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, വാട്ടർ ഓർ എയർ? വൈ? ആദ്യം ഒരെണ്ണത്തിന്റെ ഉത്തരം കറക്റ്റ് ആയിരിക്കണം. വാട്ടർ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ എയർ ബിക്കോസ് എയർ ക്യാൻ ബി ഈസിലി കംപ്രസിബിൾ. വാട്ടർ ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. കംപ്രസിബിലിറ്റി ഈസ് റെസിപ്രോക്കൽ ഓഫ് ഏതാണ്, ബൾക്ക് മോഡുലസ്. അന്നേരം അതിന്റെ റീസൺ ഈ കംപ്രസിബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബൾക്ക് മോഡുലസുമായിട്ട് ബന്ധപ്പെട്ടാണ്. യങ്സ് മോഡുലസുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പിന്നീട് ഒരുപാട് വട്ടം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. അതിനുശേഷം ഒരു വട്ടത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇഫ് ദി ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് 2 × 10⁹ ന്യൂട്ടൺ മീറ്റർ -2 ഫൈൻഡ് ഇറ്റ്സ് കംപ്രസിബിലിറ്റി. ഈ പ്രോബ്ലം വരുമ്പോൾ പൊതുവെ നമുക്കൊരു ഇതുണ്ട്, പ്രോബ്ലം അല്ലേ അതങ്ങ് വിട്ടേക്കാം. ഇതൊക്കെ എന്ത് ഈസി പ്രോബ്ലം നോക്കി. കംപ്രസിബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ബൾക്ക് മോഡുലസ്. 1 ബൾക്ക് മോഡുലസ്. ഓക്കെ, കംപ്രസിബിലിറ്റി ഈസ് ഈക്വൽ ടു എന്ത് കഷ്ടപ്പെട്ടിരുന്നു അല്ലേ, 1 എഴുതാൻ പറ്റും അല്ലേ, 1 ബൾക്ക് മോഡുലസ് എത്ര വന്നേക്കുന്നത്, 2 × 10⁻⁻. യൂണിറ്റ് എഴുതിയേക്കാം, ന്യൂട്ടൺ മീറ്റർ -2. ഓക്കെ, 1 ഇതിനെ കാൽക്കുലേറ്ററിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കംപ്രസിബിലിറ്റി, വീണ്ടും കംപ്രസിബിലിറ്റി എഴുതി, ഈക്വൽ 1/2 എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 10⁻⁹ മുകളിൽ പോയാൽ 10⁻⁻⁹. എന്ത് ഈസി. ഈ യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ റേസ് ടു 1 ആ. ന്യൂട്ടൺ റേസ് ടു 1 മുകളിൽ പോയി കഴിഞ്ഞാൽ ന്യൂട്ടൺ റേസ് ടു -1. മീറ്റർ റേസ് ടു -2 മുകളിൽ പോയാൽ മീറ്റർ സ്ക്വയർ. ഉത്തരം കിട്ടി. ഇതിന് 2 മാർക്ക്. എളുപ്പമല്ലേ? ഇനിയും സംശയമില്ല. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, വാട്ടർ ഓർ എയർ? ഏതാണ്? വാട്ടർ ആണ്. റീസൺ മനസ്സിലായല്ലോ. അത് വെച്ചുള്ള പ്രോബ്ലം കംപ്രസിബിലിറ്റിയും ബൾക്ക് മോഡുലസ് ആയിട്ടുള്ള ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാമല്ലോ. 1 കംപ്രസിബിലിറ്റി ഈസിയിൽ 1 ബൾക്ക് മോഡുലസ്. യൂണിറ്റ് എഴുതുമ്പോൾ തെറ്റിക്കരുത്. ഓക്കെ വാ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വൈ ആർ ബ്രിഡ്ജസ് ഡിക്ലെയർഡ് അൺസേഫ് ആഫ്റ്റർ എ ലോങ് യൂസ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ച പെട്ടെന്ന് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റത്തില്ലെന്ന രീതിയിലൊക്കെ ആദ്യത്തെ വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. വൈ ആർ ബ്രിഡ്ജസ് ഡിക്ലെയർഡ് അൺസേഫ് ആഫ്റ്റർ എ ലോങ് യൂസ്? ഒരുപാട് വർഷങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ബ്രിഡ്ജസ് അൺസേഫ് ആവും എന്ന് പറഞ്ഞാൽ പിന്നീട് ഒന്നുകൂടെ പുതുക്കി പാലം പണിയണം അല്ലേ? ഇത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പം ലോങ് യൂസ് ഒന്നും വേണ്ട ബ്രിഡ്ജുകൾ അൺസേഫ് ആകാൻ. ഉദ്ഘാടനത്തിന് അന്ന് തന്നെ എല്ലാം പൊളിഞ്ഞു വീഴുന്നത് ഇപ്പൊ നമുക്ക് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന് അന്ന് തന്നെ എന്തായാലും ഉദ്ഘാടനത്തിന് അന്നൊക്കെ പോകാതിരിക്കുന്നതൊക്കെ നല്ലതാണ്. ഇപ്പം ഇനിയൊക്കെ പാലം പണിയുമ്പം ആ ഉദ്ഘാടനത്തിനൊന്നും പോകാതിരിക്കാൻ നല്ലതായിരിക്കും. കാരണം അന്ന് തന്നെ എല്ലാം പൊളിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതായിപ്പോ. അന്നേരം ക്വസ്റ്റ്യൻ ആണ്, ചുമ്മാ പറയാണ്. വൈ ആർ ബ്രിഡ്ജസ്, ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ, കാര്യമായിട്ട് പറഞ്ഞത്. വൈ ആർ ബ്രിഡ്ജസ് ഡിക്ലെയർഡ് അൺസേഫ് ആഫ്റ്റർ എ ലോങ് യൂസ്? ഒരുപാട് വർഷങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ബ്രിഡ്ജസ് അൺസേഫ് ആകാനുള്ള കാരണം ഇതിന്റെ ഉത്തരം ഇതാണ്, ഇലാസ്റ്റിക് ഫാറ്റീഗ്. ചില നമ്മളിലെ ചില മരുന്നിന്റെ ഒക്കെ പേര് പറയുന്നത്
ഇലാസ്റ്റിക് ഫാറ്റീഗ്. ഫാറ്റീഗ് സ്പെല്ലിംഗ് നോക്കിയോ, FATIGUE, ഫാറ്റീഗ്. ഇലാസ്റ്റിക് ഫാറ്റീഗ് ആണ് ഇത്. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്താണ് ഇലാസ്റ്റിക് ഫാറ്റീഗ്? പഠിപ്പിച്ചതാണ്. ഇലാസ്റ്റിക് ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ a substance temporarily loses its elasticity when it is continuously stretched to അല്ലെങ്കിൽ subjected to strain. കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിൻ കൊടുക്കുമ്പം ഒരു വസ്തുവിന്റെ ഇലാസ്റ്റിസിറ്റി ടെമ്പറലി ലോസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ഫാറ്റീഗ്. അന്നേരം സഭയായിട്ട് തന്നെ ഇവിടെ സംഭവിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികളും എല്ലാം പോകുമ്പോൾ ആൾക്കാർ നടക്കുകയും സൈക്കിളിൽ ഓട്ടുകയും ബൈക്കിൽ പോവുകയും കാറിൽ പോവുകയും ലോറിയിൽ പോവുകയും ഒക്കെ ചെയ്യുമ്പം സഭയായിട്ടും വർഷങ്ങൾക്ക് ശേഷം സഭയായിട്ടോടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അതിനെ പറയുന്ന പേര് ഒറ്റ വാക്കി പറഞ്ഞാൽ ഇലാസ്റ്റിക് ഫാറ്റീഗ് ആണ്. ഓക്കെ വാ. അതുപോലെ വേറെ പ്രശ്നമുണ്ട്. Why do spring balances show wrong readings after they have used for a long time? ഇതൊക്കെ എന്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ ചെയ്ത് കാണിക്കാറുണ്ട്. കാരണം നമ്മൾ ഈ ഹെലിക്കൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞ അപ്പാരറ്റസ് എടുക്കുമ്പോൾ ഇങ്ങനെ സ്പ്രിങ്ങിന് ആദ്യം നമ്മൾ മേടിക്കുമ്പോൾ ഒരു ഉദാഹരണമാണ് കേട്ടോ. സ്പ്രിങ്ങിന് ഇത്രയുണ്ട് നീളം, സ്പ്രിങ്ങിന് ഇത്ര. പിന്നെ ഇതിൽ നമ്മൾ മാസ് അറ്റാച്ച് ചെയ്യും 50 ഗ്രാം. 50 കിലോഗ്രാം ഒന്നുമല്ല കേട്ടോ, 50 കിലോ 50 ഗ്രാം എന്ന് വെച്ചോ. ഇത്രയാണ് സ്പ്രിംഗ്. ഇത് ഞാൻ 2010 സ്കൂളിൽ ലബോറട്ടറിയിൽ മേടിച്ചെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ. അന്നേരം പിന്നെ കുട്ടികളെല്ലാം വന്ന് ചെയ്തു. 2011 കുട്ടികളെല്ലാം വന്ന് ചെയ്തു, 2012 ചെയ്തു, 2013, 2014, 2015 കഴിയുമ്പോൾ 4-5 കൊല്ലം ഇതിനൊക്കെ ഒരു ക്ഷീണമൊക്കെ വരുത്തില്ലേ. അന്നേരം ഇത് സ്വാഭാവികമായിട്ടും ഇതൊരു സ്പ്രിങ് ഇലാസ്റ്റിക് ആയതുകൊണ്ട് അതങ്ങനെ ഇങ്ങോട്ടങ്ങാകും. പിന്നെ ഇവിടെ നമ്മൾ 50 ഗ്രാം ഇടുന്നു. വലിഞ്ഞ് ഇത്രയായി 2015 ആയിരുന്നു. ഇത് 2010, ഇത് 2015. അവിടെ എന്തോ സംഭവിച്ചത്? കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് നമ്മൾ എക്സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മാസമൊക്കെ ഇട്ട് അതിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതിന് ഇത് ഇത്രയായി. ഇനി നമ്മൾ 50 ഗ്രാം ഇടുമ്പോൾ ഇത്രയായി. 100 ഗ്രാം ഇടുമ്പോൾ 250 ഗ്രാം ഒക്കെ ഇടണം ഈ അപ്പാരറ്റസിനകത്ത്. 100 ഗ്രാം ഇടുമ്പോഴത്തേന് ആ താഴെ വന്നത് മുട്ടും, പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമുക്ക് കിട്ടുന്ന എല്ലാം റോങ് റീഡിങ്സ്. ക്ലിയർ ആയില്ലേ? അതിനും റീസൺ ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഫാറ്റീഗ്. എന്താണ് ഇലാസ്റ്റിക് ഫാറ്റീഗ് അല്ലേ? ക്ലിയർ ആയില്ലേ? ഇനിയൊരു സംശയം ഇതിന്ന് വരുത്തേയില്ലല്ലോ. ഓക്കെ വാ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. കുറച്ച് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ തന്നെ കുറെ ഗ്രാഫുകളൊക്കെ പഠിച്ചാലോ? ഓക്കെ, നമുക്ക് ഇതിനകത്ത് കുറെ ഗ്രാഫുകളുണ്ട്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കുറെ ഗ്രാഫ് തരും. നമുക്ക് ഗ്രാഫുകളിലേക്കുള്ള ഒരു പഠനമാകാം. ഗ്രാഫുകളെ കുറിച്ചുള്ള പഠനത്തിന് മുമ്പേ നമ്മൾ ആദ്യം ഇതങ്ങ് മനസ്സിലാക്കിക്കുക. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ സാധാരണ സ്ട്രെസ്സും സ്ട്രെയിൻ എപ്പോഴും എക്സ് ആക്സ് ഉണ്ട്, വൈ ആക്സ് ഉണ്ട് എല്ലാത്തിനകത്തും. ഒരു സ്ട്രെസ്സും സ്ട്രെയിനും വെച്ചൊരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ സ്ട്രെയിൻ ആയിരിക്കും എപ്പോഴും എക്സ് ആക്സിൽ, സ്ട്രെസ് ആയിരിക്കും എപ്പോഴും വൈ ആക്സിൽ. അങ്ങനെ പഠിച്ചു വെച്ചേക്കുക. എ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് വിത്ത് സ്ട്രെയിൻ അലോങ് ദി എക്സ് ആക്സിസ്. പ്ലോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വരയ്ക്കുക, ഡ്രോൺ എന്നുള്ളതാണ്. Plotted with the strain along the x-axis and the stress along the y-axis. Okay, the graph is a straight line. Therefore, it obeys Hooke's law. Among the two graphs, which material would you choose for a car tire? Why? Previous year, net question. രണ്ട് ഗ്രാഫുകൾ തന്നിട്ട് ഫിഗർ എ, ഫിഗർ ബി, ഏതാണ് കാറിന്റെ ടയറിന് യൂസ് ചെയ്യുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? കാറിന്റെ ടയറിന് യൂസ് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ ആണ്? ഇതാണോ ഇതാണോ? ഫിഗർ എ ആണോ ഫിഗർ ബി ആണോ? നമ്മൾ ആലോചിക്കും, നമ്മുടെ കാറിന്റെ ടയറൊക്കെ അത്യാവശ്യം വലിയ ടയറാണ്. ഓ കൊള്ളാം, ഇത് കൊള്ളാം. ഇത് ഒരുമാതിരി പട്ടിണി കിടന്ന പോലുള്ള വേണ്ട. എന്താണ് അതിന്റെ റീസൺ? നമുക്ക് നോക്കാം. ഏരിയ കൂടിയാൽ എനർജി ലോസ് കൂടും. ഏരിയ കൂടിയാൽ എനർജി ലോസ് കൂടും. ഏരിയ കുറവാണെങ്കിൽ എനർജി ലോസ് കുറവായിരിക്കും. നമുക്ക് ഏതാ വേണ്ടത്? എനർജി ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ലോസ്? എനർജി ലോസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ലോസ് കുറവുള്ളതാണ് വേണ്ടത്. ഏരിയ കൂടിയാൽ ഹീറ്റ് ലോസ് കൂടും, ഏരിയ കുറഞ്ഞാൽ ഹീറ്റ് ലോസ് കുറയും. നമുക്ക് ഹീറ്റ് ലോസ് കുറവുള്ളത് മതി. അന്നേരം പട്ടിണി കിടന്നായാലും ഫിഗർ ബി എ നമുക്ക് മതി. ഫിഗർ ബി ഈസ് പ്രിഫേർഡ്. വൈ? സിമ്പിൾ ആയിട്ട് ലെസ് ഏരിയ, ലെസ് ഹീറ്റ് ലോസ്, ലോ ഹീറ്റ് ലോസ്. ഇതാണ് ഏരിയ കൂടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ എനർജിയോടെ വെച്ച് നോക്കണം, ഹീറ്റ് ലോസ് വെച്ച് നോക്കണം.
ഇത് ഏരിയ കൂടുതലാണ്, ക്ലിയർ ആണ്. ഏരിയ കൂടുതലാണെങ്കിൽ ഹീറ്റ് ലോസ് കൂടുതലായിരിക്കും, ഏരിയ കുറവുള്ളതുകൊണ്ട് ഹീറ്റ് ലോസ് കുറവായിരിക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ കാറാണെങ്കിൽ നമ്മൾ കാർ ടയർ യൂസ് ചെയ്യുന്നത് ഫിഗർ ബി ആയിരിക്കും അല്ലേ? ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു സ്ട്രെയിനും സ്ട്രെസ്, ഇവിടെ നോക്കിയാൽ സ്ട്രെയിൻ ലോങ് എക്സ് ആക്സിസ് ആൻഡ് സ്ട്രെസ് ലോങ് വൈ ആക്സിസ്, അത് ക്ലിയർ ആയിരിക്കണം കേട്ടോ. ഇവിടെ സ്ട്രെയിൻ ലോങ് എക്സ് ആക്സിസ് സ്ട്രെസ് ലോങ് വൈ ആക്സിസ്. എ ഇത് അതിനെക്കാട്ടി ചെറുതാണ്, ബി അതിനെക്കാട്ടി ചെറുതാണ്, സി. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, എ, ബി ഓർ സി? ജസ്റ്റിഫൈ. ഇതിനകത്ത് ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക്, എ ആണോ ബി ആണോ സി? അതാണ് പറയുന്നത് എ ബി സി, എ ബി സി, ബി കൊടുക്കാം. നടുക്ക് നിൽക്കുന്ന കേട്ടോ, നമുക്ക് ആരെയും മോശക്കാനുണ്ട്, എ സി എം വേണ്ട, ബി മതി. ഇതിനൊക്കെ കൃത്യമായ റീസൺ ഉണ്ട്. കാരണം സ്ട്രെസ് ഏറ്റവും കൂടുതലുള്ളത്, നിങ്ങൾ നോക്കിയാൽ സ്ട്രെസ് ഏറ്റവും കൂടുതലുള്ളത് എയ്ക്കാണ്. ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിന്റെ വാല്യൂ ഉള്ളത് എയ്ക്കാണ്. അന്നേരം സ്ട്രെസ് ഏതിനാണോ കൂടുതൽ അതായിരിക്കും കൂടുതൽ ഇലാസ്റ്റിസിറ്റി. അന്നേരം അതെന്താ പറഞ്ഞേ സാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. നിങ്ങൾ നോക്കിയേ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ്. സ്ട്രെസ് കൂടിയാൽ ഇലാസ്റ്റിസിറ്റി കൂടും എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കൂടുതൽ എയ്ക്കാണ്. സ്വാഭാവികമായിട്ടും ഇലാസ്റ്റിസിറ്റി ഏതിനായിരിക്കും കൂടുതൽ? എയ്ക്കാണ്. അന്നേരം ആൻസർ എ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ ബി ആൻഡ് സി. റീസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം സ്ട്രെസ് ഏതിന് കൂടിയോ, ഏത് മെറ്റീരിയലിന് സ്ട്രെസ് കൂടിയോ അതിന് എന്ത് കൂടുതലായിരിക്കും? ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. അന്നേരം ക്ലിയർ ആയാലും രണ്ട് ഗ്രാഫ്. ഇനി നമുക്ക് ഗ്രാഫുകൾ പഠിക്കാനുണ്ട്, പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. പറഞ്ഞല്ലേ നമ്മളാണ് ആവശ്യക്കാർ. ഓക്കെ, അടുത്ത ഗ്രാഫിലേക്ക്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇതാണ്. സ്ട്രെയിൻ അലോങ് എക്സ് ആക്സിസ്, സ്ട്രെസ് അലോങ് വൈ ആക്സിസ്. ഓക്കെ, ഗ്രാഫ് ഇങ്ങനെ വളഞ്ഞൊക്കെ പോയിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിനു മുമ്പേ വളരെ കാര്യമായ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞു പോവാം, കാരണം അത് അറിഞ്ഞിരിക്കണം. ഈ ചാപ്റ്ററിൽ, അതായത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഒരേ ഒരു ലോയെ നിങ്ങൾ പഠിക്കുന്നുള്ളൂ, ഒറ്റ ലോ. ആ ലോയെ പറയുന്ന ഒരു ഹുക്സ് ലോ എന്നാണ്. എന്താണ് ഹുക്സ് ലോ? ഹുക്സ് ലോ ഇത് മറക്കാൻ പാടില്ല. ഹുക്സ് ലോ എന്താണെന്ന് ഞാൻ പറയാം. വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കുമ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എല്ലാം. അന്നേരം വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് ലിമിറ്റ് നിന്നുകൊണ്ട് തന്നെ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുക. സ്ട്രെയിൻ അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് സ്ട്രെസ് അലോങ് ദി വൈ ആക്സിസ്. ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഹുക്സ് ലോയുടെ പ്രത്യേകതയാണ് ഗ്രാഫ് എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഇതുപോലെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പെട്ടെന്ന്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ഡയമെൻഷനകത്ത് ഒരേ ഒരു ലോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അന്നേരം മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരേ ഒരു ലോ ഏതാണ്? ഹുക്സ് ലോ. വേറെ ഒരു ലോയും ഇല്ല കേട്ടോ, നമ്മളായിട്ടൊന്നും കണ്ടുപിടിക്കുക. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ് ടു വിച്ച് പോയിന്റ് ഓൺ ദി കർവ് ഈസ് ദി ഹുക്സ് ലോ ഒബേയ്ഡ്? നമുക്ക് നോക്കാം. ഇതിനകത്ത് ഗ്രാഫ് ആണെന്നുണ്ട്, ഇവിടെ വരെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് പി ആണ് കേട്ടോ, പി. ഓക്കെ, ഇവിടെ വരെ ഒ പി വരെ സ്ട്രെയിറ്റ് ലൈൻ. അതിനുശേഷമാണ് അതിന് പല വ്യത്യാസങ്ങളും. നമുക്ക് വ്യത്യാസങ്ങളൊക്കെ പിന്നെ നോക്കാം. അന്നേരം പി വരെ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അന്നേരം ഹുക്സ് ലോ വേണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അന്നേരം പി എന്ന് പറയുന്ന പോയിന്റ് വരെ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഹുക്സ് ലോ? അതായത് പോയിന്റ് പി. ഓക്കെ, ആൻസർ ക്ലിയർ. ഇനി വിച്ച് പോയിന്റ് ഓൺ ദി കർവ് കറസ്പോണ്ട്സ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരെയല്ലേ നമുക്ക് ഹുക്സ് ലോ ചെയ്ത്, തൊട്ടടുത്ത് കിടക്കുന്ന പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കണം ഏത്? ഇലാസ്റ്റിക് ലിമിറ്റ്. അത് ഇ ആയതുകൊണ്ട് ഇലാസ്റ്റിക് ലിമിറ്റ് ആയതല്ല, ഏത് ലെറ്റർ ആയാലും ഈ പോയിന്റ് വരെ നമുക്ക് ഹുക്സ് ലോ ചെയ്തു. അടുത്ത് കഴിഞ്ഞ തൊട്ടടുത്ത പോയിന്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് ഇവിടെ ഏതാണ്? പോയിന്റ് സി. പോയിന്റ് സി അല്ല, പോയിന്റ് ഇ. ഈ പോയിന്റ് ആണ്. ഇത് കഴിഞ്ഞ് നടക്കണം ഈ പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ഇൻഡിക്കേറ്റ് ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് റീജിയൻ ഓഫ് ദി സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഇലാസ്റ്റിക് റീജിയനും പ്ലാസ്റ്റിക് റീജിയനും ഇതിനകത്ത് എഴുതാൻ. ഏതാണ് ഇലാസ്റ്റിക് റീജിയൻ? ശ്രദ്ധിച്ചോണം. ഇലാസ്റ്റിക് റീജിയൻ തുടക്കം ഒരു ഗ്രാഫിന്റെ 0 അല്ലെങ്കിൽ എന്നോട് O എന്ന് ചോദിക്കുക. O to E, O മുതൽ E വരെ ഉള്ളതാണ്. ഇവിടെ വരെയുള്ള പോർഷൻ ആണ് O to E, ഇലാസ്റ്റിക് റീജിയൻ. ഏതായിരിക്കും പ്ലാസ്റ്റിക് റീജിയൻ? ഇവിടെ മുതലാണ് തീരുന്നത്, അതായത് പ്ലാസ്റ്റിക് റീജിയൻ. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ഒരുപാട് സമയം എടുക്കും.
E2 ഇവിടെ മുതൽ ആ ഇലാസ്റ്റിക് റീജിയൻ തീരുന്ന അവിടെ മുതൽ ലാസ്റ്റ് വരെ ബി വരെ E2. ഏത് റീജിയൻ ആണ്? പ്ലാസ്റ്റ് റീജിയൻ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എത്ര ഗ്രാഫുകൾ പഠിച്ചു നമ്മൾ? ഇപ്പം തന്നെ 3-4 ഗ്രാഫ് പഠിച്ചല്ലേ? ഓക്കെ അല്ലേ? ഏതാണ് എവിടെ വരെയാണ്? അത് സംശയം വേണ്ട. എവിടെ വരെയാണ് ഹുക്സ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ അവിടെ വരെയാണ്. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന പോയിന്റ് ആയിരിക്കണം ഏത്? ഇലാസ്റ്റിക് ലിമിറ്റ് കാണിക്കുന്നത്. പിന്നെ ഇലാസ്റ്റിക് റീജിയനും പ്ലാസ്റ്റ് റീജിയനും മനസ്സിലായി. തുടക്കം മുതൽ ഹുക്സ് ലോ തൊട്ടടുത്ത പോയിന്റ് വരെ ഉള്ളതാണ് ഇലാസ്റ്റിക് റീജിയൻ. അവിടെ മുതൽ ലാസ്റ്റ് വരെ ഉള്ളതാണ് പ്ലാസ്റ്റ് റീജിയൻ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അടുത്ത ഗ്രാഫുകളിലേക്ക് കിടക്കാം. 2 ഗ്രാഫുകളുണ്ട്. അതിനകത്ത് ഒരു ഗ്രാഫ് ശ്രദ്ധിച്ച് പഠിക്കുക. ഇപ്പൊ കുറെ ഗ്രാഫുകളായി നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ പഠിക്കുക. സ്റ്റേറ്റ് ദി ലോ റിലേറ്റ്സ് സ്ട്രെസ് വിത്ത് സ്ട്രെയിൻ. ഇനി അതിന്റെ ഉത്തരം ഞാൻ പറയാൻ ആവശ്യമില്ല. ഒറ്റ ലോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം അപ്പീലില്ല. ഹുക്സ് ലോ. ആൻസർ ഈസ് ഹുക്സ് ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതായത് വിച്ച് ഈസ് മോർ ഡക്റ്റൈൽ, എ ഓർ ബി? എ ആണോ ബി ആണോ കൂടുതൽ ഡക്റ്റൈൽ? എന്ത് ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ ഡക്റ്റൈൽ സോളിഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ വിച്ച് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയർസ് അല്ലേ? തിൻ വയർ ആയിട്ടൊക്കെ മാറ്റാം. ഉദാഹരണം പറയുമ്പോൾ നമ്മൾ കോപ്പർ ഒരു മെറ്റലാണ്, പക്ഷേ കോപ്പർ വയർ ഇല്ലേ? അലൂമിനിയം ഒരു മെറ്റലാണ്, പക്ഷെ അലൂമിനിയം വയർ ഇല്ലേ? ഇല്ലേ? തരാം. ചില മെറ്റൽസിനെ നമുക്ക് വിച്ച് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു എന്താണ് തിൻ വയേഴ്സ് ആയിട്ട് മാറ്റുന്നതിനെ പറയുന്ന പേരാണ് ഡക്റ്റൈൽ. അങ്ങനെയുള്ള സോൾസിനെ പറയുന്ന പേര് ഡക്റ്റൈൽ സോൾസ് എന്നും ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേര് ഡക്റ്റിലിറ്റി എന്നുമാണ് അല്ലേ? ഇതിനകത്ത് ഏതാണ്, എ ആണോ ബി ആണോ കൂടുതൽ ഡക്റ്റൈൽ? ആൻസർ ഈസ് ബി. ബി ഈസ് മോർ ഡക്റ്റൈൽ ദാൻ എ. വൈ? ബിക്കോസ് ഏറ്റവും കൂടുതൽ ഒരു പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ, ആ വാക്ക് നിങ്ങൾ ഉപയോഗിച്ചു, ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ നടക്കുന്നത് ബിക്കാണ്. ഇത്രയും പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ നടക്കുന്നുണ്ട്. ഒരു ഇലാസ്റ്റിക് ലിമിറ്റിനും ഒരു ഫ്രാക്ചർ ലിമിറ്റിനും ഒക്കെ ഇടയിൽ നല്ലൊരു പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ നടക്കുന്നത് എവിടെയാണ്? ബിക്കാണ്. അത്രയും ഏതിനില്ല? എക്കില്ല. അതുകൊണ്ട് ബി ഈസ് മോർ ഡക്റ്റൈൽ ദാൻ എ. there is a large plastic deformation in B. ബിക്ക് അതാണ് ലാർജ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ നടക്കുന്നത്. കാരണം ഇലാസ്റ്റിക് ലിമിറ്റും ഫ്രാക്ചർ ലാസ്റ്റിലുള്ള ഫ്രാക്ചർ ലിമിറ്റ് ഒക്കെ നമുക്ക് അറിയാം. അതിനിടയിൽ നടക്കുന്ന പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഏറ്റവും കൂടുതലുള്ള ഏതിനാണ്? ബിക്കാണ്. ഓക്കെ, ഇനി നമ്മുടെ ജനറൽ ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സ് വെച്ചൊരു ഗ്രാഫ്. ഈ ഗ്രാഫുകളെല്ലാം കൂടെ പഠിച്ചൊന്ന് പട്ടുപിടിക്കേണ്ട. നിങ്ങൾ നന്നായിട്ട് എല്ലാം പഠിച്ചിരിക്കാൻ വേണ്ടിയാ എല്ലാം ഈ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, നോക്കി, ഇത് സ്ട്രെയിനും സ്ട്രെസ്സും വെച്ചുള്ള ജനറൽ ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സിന്റെ ഗ്രാഫാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഇത് ഏതൊക്കെ പോയിന്റ് ആണ്? നിങ്ങൾ നോക്കി, ഒ എ. ഇതിനെ 4 ആയിട്ട് ഞങ്ങൾക്ക് തിരിക്കുകയാണ്. ഒ എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, എ ബി, ബി സി, സി ഡി, 4 കേറുകളാണ്. ഞാനൊരു പ്ലാസ്റ്റിക് വയർ ഇങ്ങനെ ഒരിടത്ത് കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ വളച്ച് ഒരു സംഭവം ഒരു സമയമാകുമ്പോഴത്തേനും അതങ്ങ് എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. ആ പൊട്ടുന്നതിനിടയിലുള്ള ഡിഫറെന്റ് സ്റ്റേജസ് സൂചിപ്പിക്കുന്ന ഗ്രാഫ്. ഇത് ജനറൽ ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സ് പറയും. ഇതിനകത്ത് ഒ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അവിടെ എന്ത് ഉപയോഗിക്കും? ഹുക്സ് ലോ ഉപയോഗിക്കും. ആ പോയിന്റിനെ പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എന്താണ്? ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയും. ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ് ഒ എ, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ്. അതിനുശേഷം വളരെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തതാണ് എ ബി. അതിനെ പറയുന്ന പേരാണ് ഈൽഡ് പോയിന്റ്. ഇതിനെ പറയുന്ന പേര് ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി എ. ബി സ്ലൈഡ് ബെൻഡ്, ഒരിക്കലും നമുക്ക് പൊട്ടത്തില്ലെന്ന് അറിയാം. അതിനെ പറയുന്ന പേര് ഈൽഡ് പോയിന്റ് എന്നാണ്. ഈൽഡ് പോയിന്റ്. ഇനി ബി സി ഞാൻ കുറച്ചുകൂടെ ഒന്ന് വലിച്ചു. നമുക്കറിയാം ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വലിക്കുമ്പോൾ എവിടെ വരെ നമുക്കറിയാം? മാക്സിമം ഒരു വയറിന് കൊടുക്കാവുന്ന മാക്സിമം സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. കാരണം സി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെസ് അഡീഷണൽ അൾട്ടിമേറ്റ് സ്ട്രെസ് എ, മാക്സിമം സ്ട്രെസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എ വയർ. അത് കഴിഞ്ഞാൽ നമുക്കറിയാം മാക്സിമം ഇങ്ങനെ പൊട്ടിക്കാൻ ഇങ്ങനെ നിർത്തിയേക്കുക. ഒന്ന് വിളിച്ചാൽ പൊട്ടി. അന്നേരം സി ഡി. പിന്നെ അത് കഴിഞ്ഞാണ്ടാണ് ഇങ്ങനെ ഡോട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ അത് പോയി. അതിനെ പറയുന്ന പേരാണ് ബ്രേക്കിംഗ് സ്ട്രെസ്, അല്ലെങ്കിൽ മറ്റൊരു പേരും പറയാം ഫ്രാക്ചർ പോയിന്റ്. ഫ്രാക്ചർ പോയിന്റ്. ഓക്കെ,
ഈ പോയിന്റുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പിടിച്ചേക്കുക. സ്ട്രെയിറ്റ് വരെയുള്ള അടുത്ത ഹുക്സ് ലോ ചെയ്യും, അതിന് ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി. അടുത്തത് ഒരു ചെറിയ സ്ലൈഡ് മെന്റ് വരുന്ന ഈൽഡ് പോയിന്റ് കഴിഞ്ഞ ശേഷം മാക്സിമം സ്ട്രെസ് കൊടുക്കുന്നതിനെ പറഞ്ഞ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കേവാ. അതിനുശേഷം ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് പറയുന്നത് സൈഡ് ബ്രേക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ്. നമ്മൾ ഗ്രാഫുകളെ കുറിച്ച് പഠനം. ഇനി ഇതിന്റെ യങ്സ് മോഡൽസ് വെച്ചുള്ള പ്രോബ്ലംസും പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്, അതുകൂടെ പഠിക്കും. ഓക്കെ, പവർ 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 വരട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ്, ഇലാസ്റ്റിസിറ്റി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇലാസ്റ്റിക് ഫാക്ടറിക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു. ഗ്രാഫുകളെല്ലാം കുറെ ഗ്രാഫുകൾ ചെയ്തു. എന്നിട്ട് നമുക്കൊരു എവിടെയോ ഒരു 99% എവിടെ ഒരു പെർഫെക്റ്റ്നെസ് ഇല്ലായ്മ തോന്നി. അങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യണം. ആ പ്രോബ്ലം കൊണ്ട് നമുക്ക് മെക്കാനിക്സ് സോൾട്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് തീർക്കാം. ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് യങ്സ് മോഡുലസിന്റെ ബൾക്ക് മോഡുലസിന് നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് 1 ബൾക്ക് മോഡുലസ് ആണ്. യങ്സ് മോഡുലസിന്റെ 2 ഇക്വേഷൻ ഓർത്തിരിക്കണം നിങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ്. ഇക്വേഷൻ കണക്ടിങ് യങ്സ് മോഡുലസ്. ഒരു ഇക്വേഷൻ ഏതാണ്? y is equal to mgl by pi r square. ഓരോ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. m എന്ന് പറഞ്ഞാൽ മാസ്, g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, l എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്, pi കോൺസ്റ്റന്റ് 3.14, r റേഡിയസ്, സ്മോൾ l ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. അത് ശ്രദ്ധിക്കണം. ക്യാപിറ്റലിലും സ്മോളിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ തെറ്റി. അടുത്ത ഇക്വേഷൻ y is equal to fl by a into delta l. ഒരു ക്വസ്റ്റിനകത്ത് ഏരിയയും ഫോഴ്സും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് രണ്ടും ഏകദേശം സെയിം ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ എം ജിക്ക് വരെ നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് അനുസരിച്ച് ഫിസിക്കലി എം എന്ന് പഠിച്ചിട്ടില്ലയോ? എം ജിക്ക് വരെ നമുക്ക് എഫ് എന്ന് കൊടുക്കാം. പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയ, പൈ ആർ സ്ക്വയറിന് പകരം എ എന്ന് കൊടുക്കാം. അന്നേരം ഈ ഇക്വേഷൻ നല്ല ഇക്വേഷൻ. എം ജിക്ക് പകരം എഫ് എന്ന് കൊടുക്കുന്നത് എഫ് എൽ ബൈ പൈ ആർ സ്ക്വയർ എന്ന് പകരം എ എന്ന് കൊടുക്കുന്നത് എ ഇൻറ്റു ഡെൽറ്റ. പക്ഷെ പ്രോബ്ലത്തിനകത്ത് ഫോഴ്സോ ഏരിയയോ തന്നാൽ നമുക്ക് ഇതേ ചൂസ് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ വാ. എ വയർ ഓഫ് ലെങ്ത് 10 മീറ്റർ, എന്ത് 10 മീറ്റർ വയർ, ആൻഡ് ഡയമീറ്റർ 2 മില്ലിമീറ്റർ. അവിടെ ശ്രദ്ധിക്കണം. എലോങ്ങേറ്റ്സ് 0.2 മില്ലിമീറ്റർ, വലിച്ചു നീട്ടി 0.2 മില്ലിമീറ്റർ. വെൻ സ്ട്രെച്ച്ഡ് ബൈ എ വെയിറ്റ് ഓഫ് 0.55 കിലോഗ്രാം, അതായത് മാസാണ്. കാൽക്കുലേറ്റ് ദി യങ്സ് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി വയർ, G is equal to 9.8. അത് തന്നില്ലെങ്കിൽ നിങ്ങൾ അറിയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്തൊക്കെയാണ് തരുന്നത്? വയർ ഓഫ് ലെങ്ത് ക്യാപിറ്റൽ ആണ് 10 മീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഡയമീറ്റർ നമുക്ക് വേണ്ടത് റേഡിയസ് ആണ്, 6 ആണ്. അതിന്റെ പകുതി ഇപ്പം 4 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ ആണെങ്കിൽ 2 ആയിരിക്കും അതിന്റെ റേഡിയസ്. അതായിട്ട് നമുക്കറിയാം. അന്നേരം അത് വന്നിട്ടുണ്ട്, റേഡിയസ് വന്നിട്ടുണ്ട്, ഡയമീറ്റർ വന്നിട്ടുണ്ട്, അതിന്റെ പകുതിയാണ്. അന്നേരം 2 മില്ലിമീറ്റർ ആണെങ്കിൽ 1 മില്ലിമീറ്റർ ആയിരിക്കും അതിന്റെ റേഡിയസ്. അല്ലെങ്കിൽ 0.2. അന്നേരം വലിച്ചു നീട്ടിയത് ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ എൽ ആണ് അല്ലെ. വെൻ സ്ട്രെച്ച്ഡ് ബൈ എ വെയിറ്റ് ഓഫ് മാസ് വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 10 മീറ്റർ. ക്ലിയർ. R is equal to 1 millimeter. എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്, ശ്രദ്ധിച്ചേക്കണം. 1 മില്ലിമീറ്ററിനെ മീറ്റർ ആക്കുന്നത് 1 × 10⁻³ മീറ്റർ. 1 സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഓർത്തോണം 1 × 10⁻² മീറ്റർ. അറിയാത്ത ആരുണ്ടെങ്കിലും ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 10⁻² മീറ്റർ, 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 10⁻³ മീറ്റർ. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തേ ചെയ്യാവുള്ളൂ. സ്മോൾ എൽ തന്നിട്ടുണ്ട് 0.2 മില്ലിമീറ്റർ. മില്ലിമീറ്റർ മീറ്റർ ആക്കാം. 0.2 ഇപ്പം പറഞ്ഞ പോലെ 10⁻³ മീറ്റർ. മാസ് തന്നിട്ടുണ്ട് കിലോഗ്രാമിൽ, M is equal to 0.55 കിലോഗ്രാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ മതിയല്ലോ, എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. Y is equal to mgl by pi r square L. Y is equal to m ന് പകരം 0.55, g ക്ക് പകരം 9.8, L ന് പകരം 10. എന്ത് ഈസി. ബൈ പൈക്ക് പകരം 3.14 ഇൻറ്റു r ന് പകരം, r എന്ന് പറഞ്ഞാൽ 1 × 10⁻³ r സ്ക്വയർ ആണ്, അത് ശ്രദ്ധിച്ചോണം. സ്ക്വയർ ഇൻറ്റു L ന് പകരം 0.2 × 10⁻³ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും 8.58 × 10⁻10 ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2. ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2. തരം ഇത് ശ്രദ്ധിക്കുക. ഇതിന്റെ പല രീതിയിലുള്ളത് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് y is equal to mgl by pi r square, ഇതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ എൽ ചോദിക്കാം. ഇതിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്യാപിറ്റൽ എൽ ചോദിക്കാം. ഈ 2 ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട യങ്സ് മോഡുലസ് ആയിട്ട് ബന്ധപ്പെട്ട ഏത് പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ചെയ്യും. ഇങ്ങനെ വേണം മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കാൻ.
എല്ലാം പഠിക്കുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ 41 വീഡിയോസ് ഭയങ്കര ചെയ്തിട്ടുണ്ട്. 30 മണിക്കൂർ ഇപ്പോഴും നിങ്ങൾ തുടങ്ങിയാലും ഈസി ആയിട്ട് പഠിച്ചു തീർക്കാം. അതെല്ലാം ചാപ്റ്ററും പഠിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഇതെല്ലാം കൊണ്ട് ചെയ്തങ്ങോട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്തിടുന്നത് നന്മ തന്നെയാണ് ഉറപ്പായിട്ട്. എനിക്കിതുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ചെയ്യുന്ന ഹാർഡ് വർക്കിന് എനിക്ക് കിട്ടണം. നിങ്ങളുടെ റിസൾട്ട് കിട്ടുമ്പോൾ ഞാനായിരിക്കും നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാണ്. ഇത് നമ്മുടെ ടാഗ് ലൈൻ മാറ്റുന്നില്ല. മാക്സിമം ഹാർഡ് വർക്ക് ഈക്വൽ മാക്സിമം മാർക്ക് നിങ്ങൾ മേടിച്ചിരിക്കും ഉറപ്പായിട്ട്. ഓക്കെ, അന്നേരം നമുക്ക് അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഈസി, വെരി ഈസി. ഓക്കേടാ? ഓക്കെ.